എന്താ കാര്യം? അതെ, ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു സഹായം വേണ്ടി അതിന് വേണ്ടി വന്ന. സഹായം ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലല്ല ഇപ്പോ. അല്ല, സാമ്പത്തികമായിട്ടുള്ള സഹായം അല്ല. നിങ്ങളുടെ അച്ഛന്റെ തറവാട്ടുകാരുടെ കാര്യം വീട്. അല്ല, ഞാൻ എന്ത് ചെയ്യുന്നത്? അത് നിങ്ങളുടെ അവിടുന്ന് നിങ്ങളുടെ അച്ഛന്റെ ഭാഗേ ഞാനാണ് കച്ചവടം ചെയ്തു കൊടുത്തേ. ബ്രോക്കറാണ്. അതെ, അതിലൊരു 18 സെന്റ് സ്ഥലം മേടിച്ചത് ഞാൻ. അത് കച്ചവടം കഴിഞ്ഞ. അതെ, കഴിഞ്ഞു. അതെ അതെ, എന്റെ അച്ഛൻ കച്ചവടം ചെയ്തിട്ട് ആ കാശ് കൊണ്ട് കോയമ്പത്തൂർ ഒരു ബിസിനസ് തുടങ്ങി. ആ ബിസിനസ് തുടങ്ങിയ അച്ഛൻ മരിച്ചതിന് ശേഷം ഞാൻ ആ ബിസിനസ് ഏറ്റെടുത്ത് അവിടെ നിന്ന് അങ്ങോട്ട് വെച്ചടി അങ്ങോട്ട് നശിച്ച് നാറാണക്കല്ല് കുത്തി കച്ചവടം പോയി. അതിന്റെ കാര്യം ഇനിയിപ്പോ ഇവിടെ ചർച്ചയ്ക്ക് വെക്കേണ്ട കാര്യം അല്ല. അതല്ല, അതെന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ അറിയോ, ഞങ്ങൾക്കിപ്പോ ആ സ്ഥലം ഇപ്പൊ എന്റെ പേരിലാണേ. അപ്പൊ എനിക്കിപ്പോ ആ സ്ഥലം ഒന്ന് ബാങ്കിൽ ലോണ് എടുക്കാൻ വേണ്ടി കൊടുക്കണേ. ബാങ്കിൽ നിന്ന് ലോണ്. നിങ്ങളുടെ സ്ഥലം. അതെ, നിങ്ങക്ക് ലോൺ വേണം. കൊടുത്തോ. അതിനെന്തിനാ എന്നോട് ചോദിക്കുന്നു? അല്ല, അതെന്താ അറിയാ, ആധാരത്തിലൊരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടേ. നിങ്ങളുടെ അച്ഛൻ ആ സ്ഥലം മൊയ്തുവിന് കൊടുക്കണ സമയത്ത് നിങ്ങൾ മൈനറായിരുന്നു. അതുകൊണ്ടാണ് എന്റെ അച്ഛൻ ആ സ്ഥലം കൊടുത്തത്. അല്ലാതെ എന്റെ ഈ ഒരു പ്രായത്തില് അച്ഛനെ കൊണ്ട് ആ സ്ഥലം കൊടുപ്പിക്കാൻ ഞാൻ സമ്മതിക്കുമോ? അത് നിങ്ങക്ക് കിട്ടിയില്ലേ? നല്ല മണ്ണല്ലേ? ഇനിയിപ്പോ ആ കാര്യം പറഞ്ഞിട്ട് എന്നോടത്ത് വന്നിട്ടെന്താ കാര്യം? അല്ല, അതല്ല ശീതളേട്ടാ, ഈ ബാങ്കിൽ നിന്ന് ലോണ് കിട്ടാനേ നിങ്ങളൊരു സമ്മതപത്രം വേണം. നിങ്ങളുടെ സ്ഥലം നിങ്ങൾക്ക് ലോൺ എടുക്കാം, പിന്നെ എന്റെ സമ്മതപത്രം എന്തിനാന്ന് എനിക്ക് മനസ്സിലാവും. അല്ല, എന്താ അറിയോ, എന്റെ മോളെ കല്യാണം ഉണ്ടേ. അപ്പൊ കല്യാണത്തിന് കുറച്ച് കല്യാണത്തിന് വരാൻ നേരില്ല. സോറി. അല്ല, കല്യാണത്തിന് വരാനല്ല, കല്യാണത്തിനൊരു കല്യാണം നടക്കണമെങ്കിൽ ഒരു സമ്മതപത്രം നിങ്ങളത് കിട്ടണം. നിങ്ങളുടെ മോളുടെ കല്യാണം നടത്താൻ എന്റെ സമ്മതപത്രം. സീതള, കല്യാണം നടത്താനല്ല, കല്യാണം നടത്തണമെങ്കിൽ മൂപ്പരുടെ സ്ഥലത്തിന്റെ ആധാരം ബാങ്കിൽ വെച്ച് ലോൺ എടുക്കണം. ആ ലോണ് കിട്ടണമെങ്കിൽ മേജറായ നിങ്ങളുടെ ഒരു ഒപ്പ് വേണം, ഒരു സമ്മതപത്രം വേണം. മനസ്സിലായി? അപ്പോ എന്റെ ഒപ്പുണ്ടെങ്കിലാണ് നിങ്ങക്ക് ലോൺ കിട്ടുള്ളൂ. അപ്പൊ ഒരു സമ്മതപത്രം ഒപ്പിട്ട് തരണം. അപ്പൊ എന്റെ ഒപ്പിന് വില ഉണ്ട്. അതെ, അന്ന് മൈനർ ആയിരുന്നല്ലോ, ഇപ്പൊ മേജറായപ്പോ ഒരു ഒപ്പ് ആവശ്യം വന്നു. അതെ അല്ലേ? ഒപ്പിന് വില ഉണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യും, ഒരു 5 ലക്ഷം രൂപ എനിക്ക് തന്നാൽ ഞാൻ ഒപ്പിട്ട് തരാം. എത്ര? 5 ലക്ഷം രൂപ. എന്തിന്? അല്ല ശീതളേട്ടാ, എന്തിനാ 5 ലക്ഷം തരണേ? എന്തിനാ വന്നത്? ഒരു സമ്മതപത്രത്തിൽ ഒപ്പിട്ട് തരാൻ. ആ ഒപ്പിന് ഞാൻ തരുന്നത്. അപ്പൊ എന്റെ ഒപ്പിന് വില ഉണ്ടോ? ഒരു മാനുഷിക പരിഗണന കൊടുക്ക്, ഒരു കുട്ടിയുടെ കല്യാണം നടത്താൻ വേണ്ടിട്ടല്ലേ. മാനസിക പരിഗണനേ എന്റെ അച്ഛൻ എന്നോട് കാട്ടിയിരുന്നെങ്കിൽ ഇപ്പൊ ഈ സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ വരില്ല. അല്ല ശീതളേട്ടാ, ഒരു കാര്യം കേൾക്കി, അങ്ങനെ ഒരു നന്മ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പടച്ചോൻ ഭാര്യയ്ക്ക് ഒരു തരും ശീതളേട്ടാ, അതല്ലേ?